ഇന്ന് നമുക്കൊരു കാരമലൈസ് സേമിയ പായസം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക്ക് കടായി എടുക്കാം. എന്നിട്ട് അതിലോട്ട് അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഗീ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഗീ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പം നമുക്കിത് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതേ ഗീ തന്നെ ഈ വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിയാതെ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ആ കടായിൽ തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് എളുപ്പം ഒന്ന് കാരമലൈസ് ആയി കിട്ടാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷുഗർ ഇവിടെ നല്ലോണം കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും അതും നല്ലോണം മിക്സാക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാം ഒന്ന് നല്ലോണം മിക്സായി വരുമ്പോഴേക്കും നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെർമിസെല്ലിയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ വേവിച്ച് വെച്ച ചവ്വരിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും 1 ഡ്രോപ്പ് വാനില എസൻസും ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് റോസ്റ്റഡ് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.